ബ്ലൈൻഡ്, ഫേസ്ലെസ് ആണ്. അങ്ങനെ കേരളത്തില് ആദ്യമായിട്ട് ശരിക്കും 2025 ഏറ്റവും നല്ലൊരു കാര്യം നടന്നിരിക്കുകയാണ്. ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറ് വിധിച്ചിരിക്കുകയാണ് കോടതി. പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ എന്നതാണ് നെയ്യാറ്റിൻകര കോടതിയുടെ ശിക്ഷാവിധി. പലതരത്തിലുള്ള കാര്യങ്ങളിലൂടെ ഗ്രീഷ്മ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കാരണം അവൾക്ക് നിയമത്തെയും പോലീസുകാരെയും പേടിയില്ലായിരുന്നു. ഒരുത്തനെ നിഷ്കരണം ചതിച്ചുകൊണ്ട് മരണത്തിലേക്ക് തള്ളിവിടാൻ കഴിവുള്ളവൾക്ക് എന്തിനാണ് പോലീസിനെയും പട്ടാളത്തെയും പേടിക്കേണ്ടത്? അതുകൊണ്ട് തന്നെ അവള് നല്ല കോൺഫിഡൻസിലായിരുന്നു. 2 ദിവസത്തേക്ക് വിധി മാറ്റിവെച്ചപ്പോൾ അവൾക്ക് കിട്ടാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് കോടതി ചോദിച്ചപ്പോൾ അവൾ എഴുത്തിൽ പറഞ്ഞിരുന്നത്, പത്രപ്രവർത്തകർ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെന്ന് ചോദിക്കുമ്പോൾ 38 വയസ്സ് വരല്ലേ, അതുവരെ ഞാൻ ജയിലിൽ കിടന്നുള്ളൂ, അത് കഴിഞ്ഞ് ഞാൻ ജീവിച്ചോളാം. പുള്ളിക്കാരി സ്ട്രോങ് ആണ്. അത്രയ്ക്കും കോൺഫിഡൻസോട് നിന്ന ഗ്രീഷ്മയ്ക്ക് ഷാരൂണിന്റെ വീട്ടുകാര് നിയമത്തിലും നിയമ സംവിധാനത്തിലും വിശ്വാസം വെച്ചതുപോലെ തന്നെ 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. മരണം വരെ തൂക്കിലേറ്റുമെന്നാണ് ഗ്രീഷ്മയ്ക്ക് കോടതി വിധിച്ചിരിക്കുന്നത്. ഷാരൂണിന്റെ അച്ഛനും അമ്മയുമാണ് നമുക്കൊപ്പമുള്ളത്. മോൻ്റെ ഇതിന് ശേഷം ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്നു. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ്. 7.5 മാസമായി. ഞങ്ങൾ വളരെ മാനസിക വിഷമത്തിലൂടെ കടന്നു പോകുന്നത്. എങ്ങനെ ജീവിക്കണമെന്ന് അറിഞ്ഞുകൂടാ. മരിച്ച് ജീവിക്കണം ഓരോ ദിവസവും. അവർക്ക് എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് പോലും അറിയാതെയാണ് ഓരോ നിമിഷവും അവരെ തള്ളി നീക്കിക്കൊണ്ടിരുന്നത്. ഏതായാലും അവരുടെ ജീവിതത്തിന് ഉത്തരം കിട്ടിയിരിക്കുകയാണ്. അവരുടെ കണ്ണീരിന് വിലയുണ്ടായിരിക്കുകയാണ്. എനിക്ക് തൃപ്തിയാണ്. ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിക്ക് 1000 നന്ദി അർപ്പിക്കുന്നു. അവിടെയും നിസ്സംഗതയോടുകൂടി നിന്നാണ് ഈ വിധി ഗ്രീഷ്മ കേട്ടതെന്ന് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഇനിയും മുകളിലേക്കൊക്കെ അപ്പീലിന് പോകാം എന്നുള്ള ചിന്തയായിരിക്കാം. എന്നിരുന്നാലും ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മൾ ഈ കേട്ടത്. ഗ്രീഷ്മയെ പോലെ ഇത്രയും ക്രൂരമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക്, അതായത് പ്രേമത്തെ തന്നെ കൊന്ന് ഇത്രയും നിഷ്കളങ്കരായ ഒരു ചെറുപ്പക്കാരനെ ഇല്ലാതാക്കിയത് വെറുതെ വിട്ടിരുന്നതിലും കുഴപ്പമില്ലായിരുന്നു, എന്തെങ്കിലും ചെയ്തിട്ട് വിട്ടിരുന്നതിലും കുഴപ്പമില്ലായിരുന്നു. ഇത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതകം ഇന്റലിജന്റ് ആയിട്ട് ചെയ്ത ഒരു വ്യക്തിയെ ഇനി സമൂഹത്തിലേക്ക് ഇറക്കി വിട്ടാൽ അത് വലിയ ദോഷങ്ങൾ ചെയ്യുമെന്ന് പൂർണ്ണമായ ബോധ്യത്തോടുകൂടി കോടതി അവൾക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ചേട്ടാ, എങ്ങനെ ഈ ശിക്ഷയെ കാണുന്നു? 100% ഇത് മറ്റുള്ള ഒരു ഷാരൂൺ ഇനി കേരളത്തിൽ വരാൻ പാടില്ല. അതിനുവേണ്ടിയുള്ള അർഹതപ്പെട്ട വിധി തന്നെ, ശിക്ഷാവിധി തന്നെ ഗ്രീഷ്മയ്ക്ക് കിട്ടിയിരിക്കുന്നതാണ് എന്റെ അഭിപ്രായം. ഈ വിധി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് എനിക്ക് എന്റെ അഭിപ്രായം.